പശ്ചിമേഷ്യൻ സംഘർഷം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ഇന്ധന ക്ഷാമം അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നു. ഒരൊറ്റ കപ്പൽ പോലും കടന്നു പോകരുത് എന്ന കർശനമായ താക്കീതായിരുന്നു ഇറാൻ നൽകിയിരുന്നത്. എന്നാൽ അവയെല്ലാം മറികടന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര മികവിൽ കൂടുതൽ ഇന്ധനം വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക്, അതായത് ഹോർമുസ് കടലിടുക്ക് വളരെ സുരക്ഷിതമായി കടന്നുകൊണ്ട് ഇന്ത്യൻ തീരത്തേക്ക് എത്തുകയാണ് എന്ന വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. അതായത് 7 വർഷത്തിനു ശേഷം ഇതാദ്യമായിട്ട് ഇറാനിയൻ കപ്പൽ ഇന്ത്യൻ തീരത്തേക്ക്, ഇന്ത്യൻ തുറമുഖത്തേക്ക് എത്തിയിരിക്കുകയാണ് എന്ന ഒരു ഡാറ്റയാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് LSEGയുടെ കപ്പൽ ട്രാക്കിംഗ് ഡാറ്റ പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്ക അനുവദിച്ച താൽക്കാലിക ഇളവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് 7 വർഷത്തിന് ശേഷം ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള അവസരം ഇന്ത്യ ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലുള്ള ഇളവുകൾ ഏപ്രിൽ 19 തന്നെ അവസാനിക്കും. ഒഡീഷയിലെ പാരാദീപ് തുറമുഖത്ത് 20 ലക്ഷം വീപ്പ എണ്ണയുമായി തന്നെ ജയ എന്ന ടാങ്കും ഗുജറാത്തിലെ സിക്ക തുറമുഖത്തേക്ക് ഫെലിസിറ്റി എന്ന ടാങ്കുമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇറാൻ പതാക വഹിച്ച വലിയ ഫെലിസിറ്റി പടിഞ്ഞാറൻ ഇന്ത്യയിലെ സിക്ക തുറമുഖത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. കുറാക്കാവോ പതാക വഹിച്ച ജയ് ഒഡീഷയുടെ കിഴക്കൻ തുറമുഖത്തും ഉണ്ട് എന്ന ഒരു ഡാറ്റയാണ്, ആ ഒരു റഡാർ ഡാറ്റയാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു VLCC 2 ദശലക്ഷം ബാരൽ എണ്ണയാണ് വഹിക്കുന്നത്. 2019 മെയ് മാസത്തിന് ശേഷം ഇറാനിൽ നിന്നുള്ള ഒരു ചരക്ക് പോലും ഇന്ത്യ അവിടെ സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇത്രയും വർഷത്തിനൊടുവിൽ തന്നെ ഇപ്പോൾ ഇന്ത്യ ഇത് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇറാന്റെ ക്രൂഡ് ഓയിൽ വാങ്ങരുതെന്നുള്ള US സമ്മർദ്ദത്തെ തുടർന്നുകൊണ്ടായിരുന്നു ആ നീക്കമുണ്ടായത്. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യക്ക് USന്റെ ഈ ഉപരോധം ചെറിയ തോതിലല്ല സമ്മർദ്ദം ചെലുത്തിയത്. അതേസമയം ഇറാനെ ലക്ഷ്യമിട്ട് വീണ്ടും ആക്രമണം നടത്താനുള്ള ഒരുക്കത്തിലാണ് അമേരിക്ക എന്ന ഒരു വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഇറാന്റെ തുറമുഖങ്ങൾക്കും തീരപ്രദേശങ്ങൾക്കും ചുറ്റും 15ലധികം യുദ്ധക്കപ്പലുകളെയാണ് US വിന്യസിപ്പിച്ചിരിക്കുന്നത്. നാവിക ഉപരോധം ഏർപ്പെടുത്തുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. USS ട്രിപ്പോളി ആകട്ടെ, അതായത് ആംപിയസ് അസോൾട്ട് കപ്പൽ അത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതായും വിലയിരുത്തപ്പെടുന്നു. പാകിസ്ഥാനിൽ വെച്ച് നടന്ന ഇറാൻ US ആ ഒരു സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഹോർമുസ് കേന്ദ്രീകരിച്ചുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുമെന്നും കടലിടുക്കിനെ ഇറാനിൽ നിന്നും മോചിപ്പിക്കുമെന്നും ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. ഇതിന്റെ ഭാഗമായി തന്നെ ഹോർമുസ് കേന്ദ്രീകരിച്ച് US സൈന്യം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അമേരിക്ക പ്രഖ്യാപിച്ച നാവിക ഉപരോധം ഔദ്യോഗികമായി തന്നെ ആരംഭിച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനും അവിടെ നിന്ന് പുറപ്പെടുന്നതിനുമായ എല്ലാ കപ്പലുകളെയും തടയാനാണ് നീക്കം. ചൈന ഇറാന് ആയുധങ്ങൾ കൈമാറാൻ പോകുന്നുവെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അമേരിക്കയുടെ ഈ ഒരു നടപടി വലിയ രീതിയിൽ ഇറാൻ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഈ നടപടിയെ കടൽ കൊള്ള എന്നതാണ് ഇറാൻ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതോടുകൂടി തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വില വീണ്ടും $100 മുകളിലേക്ക് തിരിച്ചെത്തിയതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം ഒടുവിലാണ് ഇത്തരത്തിൽ ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ കപ്പലുകൾ എത്തിയതായിട്ടുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.